ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വിഷു മേക്കപ്പ് ലുക്കാണ് കേട്ടോ. മേക്കപ്പ് ഒട്ടും തന്നെ ചെയ്യാൻ അറിയില്ല എന്നുള്ള ആൾക്കാർക്ക് വരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കാണ്. നമുക്ക് ഈ മേക്കപ്പ് ലുക്ക് വേണമെങ്കിൽ നമുക്ക് സ്കൂളിലേക്കോ കോളേജിലേക്കോ എങ്ങോട്ട് വേണമെങ്കിലും അമ്പലത്തിലേക്കോ എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് ചെയ്തിട്ട് പോകാൻ പറ്റുന്ന ഒരു ടൈപ്പ് മേക്കപ്പ് ലുക്കാണ് കേട്ടോ. നമുക്ക് ഒരു ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ എങ്ങനെ മേക്കപ്പ് ചെയ്യണം എന്നുള്ളതിന്റെ ഒരു മേക്കപ്പ് ലുക്കാണ്. എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോഡക്ട്സ് മാത്രമേ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നുള്ളൂ. ഓൾമോസ്റ്റ് എല്ലാം ഒരു 500 ബിലോ ആണ് കേട്ടോ. സോ ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് മാത്രമേ ചെയ്യാനാണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. അതും ഫൗണ്ടേഷൻ ഒന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഈ മേക്കപ്പ് ലുക്ക് ചെയ്തെടുക്കാമെന്ന് നോക്കാം. അപ്പൊ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു മോയ്സ്ചറൈസറാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇതൊരു വാട്ടർ ജെൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ്. അതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ സ്റ്റിക്കി ഓയിലി ഒന്നും ആവില്ല. ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മുടെ സ്കിന്നിലോട്ട് ഇറങ്ങി പൊക്കോളൂ കേട്ടോ. നമ്മൾ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ചേരുന്ന ഒരു ടൈപ്പ് മോയ്സ്ചറൈസറും കൂടിയിട്ടാണ്. എസ്പെഷ്യലി ഓയിലി സ്കിന്നൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ ഉറപ്പായിട്ട് ഇതുപോലുള്ള ജെൽ ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത്. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ ഐബ്രോസ് ഫിൽ ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ യൂറോഗേളുടെ ഒരു ഐബ്രോ പൗഡറാണ് എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ ആ ഫ്ലാറ്റ് ആയിട്ടുള്ള ബ്രഷ് ഉണ്ടല്ലോ, അത് ഇതേപോലെ ഐബ്രോസിന്റെ അറ്റം കൊണ്ട് ഫില്ല് ചെയ്യരുത് കേട്ടോ. എപ്പോഴും നമ്മളൊരു സെന്ററിനെ തുടങ്ങാവോ, ഏറ്റവും തുടക്കം തന്നെ ഫില്ല് ചെയ്ത് പോവരുത്. എന്നിട്ട് ഇതേപോലെ നല്ല രീതിക്ക് കോംബ് ചെയ്ത് കൊടുത്ത് എല്ലായിടത്തും ഈവൺ ആക്കി കൊടുക്കുകയാണ് കേട്ടോ വേണ്ടത്. ഐബ്രോസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കുറേ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഐബ്രോ പ്രൊഡക്ട്സ് വാങ്ങേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ അഫോർഡബിൾ ആയിട്ടുള്ള ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട് കേട്ടോ. അത് ഏതെങ്കിലും വാങ്ങിച്ചാലും മതിയാവും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കൺസീലർ എടുത്ത് ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫൗണ്ടേഷനോ എന്തെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മുകളിലൊരു പൗഡർ ഇട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഐ ബേസ് നമുക്ക് ഐ മേക്കപ്പ് ഒക്കെ ചെയ്യാൻ ഐഷാഡോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒന്നുകൂടെ എൻഹാൻസ് ആയി കാണിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഐഷാഡോ ഈസി ആയിട്ട് എങ്ങനെ അപ്ലൈ ചെയ്തതെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് ഓൾമോസ്റ്റ് എല്ലാ സാരി ലുക്കിനും ട്രഡീഷണൽ ലുക്കിനൊക്കെ മാച്ച് ആവുന്ന ഒരു ടൈപ്പ് ഐഷാഡോ ആണ്. ഒരു ഐ മേക്കപ്പ് ലുക്കാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഒരു ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് ഇതേപോലെ ഫിംഗർ വെച്ചിട്ട് നല്ല രീതിയിൽ നമ്മൾ ഐലൈനറൊക്കെ എഴുതില്ലേ അതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് എൻ്റെ കയ്യിലുള്ള ഒരു കാജൽ എടുത്തിട്ട് ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ കാജലിൻ്റെ ബാക്കിൽ തന്നെ സ്മജ് ചെയ്യാനുള്ളൊരു സംഭവമുണ്ട്. അതില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള കാജൽ അതില്ലെങ്കിൽ നിങ്ങൾക്കൊരു സാധാരണ നോർമൽ ഇയർബഡ് എടുത്തിട്ട് ഇതേപോലെ സ്മജ് ചെയ്ത് കൊടുത്താലും മതിട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ ഡാർക്ക് ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ ഈ അറ്റത്ത് ഇതേപോലെ ഒന്ന് ഫിംഗർ വെച്ചിട്ടിട്ട് അകത്തോട്ട് തന്നെ ഞാൻ നല്ലതുപോലെ അകത്തോട്ടാണ് ഞാൻ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. പുറത്തോട്ടല്ല, അകത്തോട്ടാണ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. മൊത്തത്തിൽ ഞാൻ ബ്ലെൻഡ് ചെയ്യുന്നില്ല, ആ ഒരു കോർണർ സൈഡിൽ മാത്രമേ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതുപോലെ ഇരിക്കും. നമ്മളുടെ ഇന്നർ കോർണറിൽ ഭയങ്കര ലൈറ്റായിട്ടായിരിക്കും ഇട്ടുണ്ടാവുക. സോ നമ്മുടെ ഐബ്രോ പാലറ്റിൽ ഓൾമോസ്റ്റ് ഐബ്രോ പാലറ്റിലും ഒരു ലൈറ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡ് ഉണ്ടാവും, ഏതെങ്കിലും ഒരു വൈറ്റ് പോലത്തെ ആ ഒരു ഷെയ്ഡ് എടുത്ത് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഗ്ലിറ്റർ ഷെയ്ഡൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഒന്നുകൂടെ എൻഹാൻസ് ആയി കാണിക്കും കേട്ടോ. അഫോർഡബിൾ ആയിട്ടുള്ള ഐബ്രോ പാലറ്റ്സ് ഒക്കെ ഞാൻ വേണമെങ്കിൽ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഡിസ്ക്രിപ്ഷനിൽ പ്രൊഡക്ട്സ്. അത് കഴിഞ്ഞിട്ട് ഒരു ഗ്ലിറ്റർ ഷെയ്ഡും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒന്നുകൂടെ ആ കാജലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. കാരണം നമ്മൾ ഗ്ലിറ്റർ ഇട്ടപ്പോഴത്തേക്കും നമ്മൾ അപ്ലൈ ചെയ്ത കാജലൊന്ന് ഡള്ളായി പോയിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ മുകളിൽ ഞാൻ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കാജലൊന്ന് അപ്ലൈ ചെയ്ത് ഒന്നുകൂടെ ഞാൻ അതൊന്നിങ്ങനെ ഈവൺ ആക്കി സ്മജ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ തന്നെ നമുക്കിങ്ങനെ നോർമലി കണ്ണെഴുതും പോലെ അല്ലാതെ കുറച്ചൊന്ന് സ്മോക്കി ആയിട്ട് കിടക്കുകയും ചെയ്യും. നല്ലൊരു ഭംഗിയാണ് കേട്ടോ. എല്ലാ ഓൾമോസ്റ്റ് സാരി ലുക്കിനും മാച്ച് ആവുന്ന ഒരു ടൈപ്പ് ഓഫ് ഐ മേക്കപ്പ് ആണ് കേട്ടോ ഇത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ഇതേ ഒരു കൺസീലറാണ് അപ്ലൈ ചെയ്യുന്നത്. ഞാൻ പ്രൈമർ ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല കേട്ടോ, കാരണം ഇത് സിമ്പിൾ ആയിട്ടുള്ള ലുക്ക് ആയതുകൊണ്ട്. ഈ ഒരു മാർസിൻ്റെ കൺസീലറാണ്, അടിപൊളിയാണ് കേട്ടോ. ഭയങ്കര അഫോർഡബിളാണ്, ഭയങ്കരമായിട്ട് ഫുൾ കവറേജും തരുന്നുണ്ട്. ഒരു നാച്ചുറൽ ലുക്ക് ഉണ്ട്. നമുക്ക് ഒരുപാട് കൺസീലർ ഇട്ട പോലെ നമുക്ക് ഫീൽ ചെയ്യില്ല. ഫൗണ്ടേഷൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ, ഈ ഒരു കൺസീലർ മാത്രം മതി. സോ ഞാൻ ജസ്റ്റ് ഈ ഒരു എൻ്റെ അണ്ടർ ഐസിൻ്റെ താഴെയും നോസ് ഏരിയയിലും ഒക്കെയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. കാരണം അവിടെ മാത്രം എനിക്ക് ചെറുതായിട്ട് പിഗ്മെൻറ്റഡ് ആയിട്ട് ഉണ്ടായിരുന്നുള്ളൂ. സോ അതൊന്ന് കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ മൊത്തത്തിൽ ഫേസിൽ അപ്ലൈ ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മൊത്തത്തിൽ പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിലും മൊത്തമായിട്ട് ഇട്ട് കൊടുക്കേണ്ടി വരും കേട്ടോ. എന്നിട്ട് ഒരു വെറ്റായിട്ടുള്ള ഒരു ബ്ലെൻഡർ വെച്ച് നല്ല പോലെ തന്നെ ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ നേരത്തെ നമ്മൾ ഐലിഡ്സിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്ത അതേ ഷെയ്ഡ് തന്നെ ഒരു ബ്രഷ് വെച്ചിട്ട് കണ്ണിന് താഴെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് വേണമെങ്കിൽ നമുക്ക് ഫിംഗർ വെച്ചിട്ട് ചെയ്യാൻ പറ്റും, പക്ഷെ ഞാൻ ബ്രഷ് അപ്ലൈ ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ സെയിം കാജൽ എടുത്ത് നല്ലതുപോലെ ഇതേപോലെ എഴുതി കൊടുക്കുന്നത് ഫേസസ് കാനഡയുടെ കാജലാണ്. അടിപൊളിയാണ് കേട്ടോ. ഭയങ്കര ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഒരു ഡാർക്ക് ഷെയ്ഡാണ് കിട്ടുന്നത്. അത് മാത്രമല്ല ഒട്ടും തന്നെ സ്മജ് ആവുന്നില്ല കേട്ടോ. പെട്ടെന്ന് സ്മജ് ആവുന്നില്ല. നമ്മൾ ഇട്ട് കഴിഞ്ഞ് ഒരു 2 മിനിറ്റ്സിന് അത്യാവശ്യമായിട്ട് സ്മജ് ആവുന്നുണ്ട്. അത് ഡ്രൈ ആയി കഴിയുമ്പോൾ അത് അവിടെ സെറ്റ് ആയിരിക്കും കേട്ടോ. അത് കഴിഞ്ഞ് ഞാനൊരു ബ്ലഷ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് PSAയുടെ ബ്ലഷാണ്. ഇത് അത്രയ്ക്ക് അഫോർഡബിൾ ആയിട്ടുള്ള സാധനമല്ല, പക്ഷേ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ബ്ലഷ് യൂസ് ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ
കയ്യിലുള്ള ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ ഈ ഒരു ഷെയ്ഡ് അടിപൊളിയാണ്. ആക്ച്വലി ഈ ബ്ലഷ് ഭയങ്കര ഡ്യൂയി ആണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതിൽ ഡ്യൂയി ആയിട്ടുള്ളൊരു സംഭവം എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ഷെയ്ഡ് എന്തായാലും അടിപൊളിയാണ്. അതുകൊണ്ടാണ് കേട്ടോ ഞാനിത് യൂസ് ചെയ്യുന്ന ഒരു പീച്ച് പോലത്തെ ഷെയ്ഡ്. ഇത് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും എല്ലാ സ്കിൻ ടോണുകാർക്കും ചേരും കേട്ടോ. സ്കിൻ ടോണിനൊക്കെ ചേരുന്നൊരു ഷെയ്ഡാണ് കേട്ടോ. നല്ല ഷെയ്ഡാണ്. പിന്നെ കുറച്ച് ബ്ലെൻഡ് ചെയ്യാൻ കുറച്ച് പാടുണ്ടായിരുന്നു. ബ്രഷ് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഒരു നാച്ചുറൽ ഫിനിഷ് കിട്ടും. കൈ വെച്ചിട്ട് വേണമെങ്കിലും ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ ഈ ഒരു ഹൈലൈറ്റർ പാലറ്റ് ആണ് എടുത്തിട്ടുള്ളത്. ഇത് മാൾസിൻ്റെ ആണ്. നിങ്ങൾ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഹൈലൈറ്റർ പാലറ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് വാങ്ങേണ്ട ഒരു സാധനമാണ് കേട്ടോ അത്. ഇതിൻ്റെ എല്ലാ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം കേട്ടോ. കാരണം ഇതിൽ ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട്. ഓരോ സ്കിൻ ടോണുകാർക്കും പറ്റിയ ഓരോ ഷെയ്ഡ്സ് ആണ് കേട്ടോ അതിലുള്ളത്. സ്കിൻ ടോണുകാർക്കൊന്നും കൊണ്ട് പേൾ ഷെയ്ഡ്സ് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര വൃത്തികേടായിരിക്കും. സോ അവർക്കുള്ള കുറച്ച് വോമായിട്ടുള്ള ഷെയ്ഡ്സ് വരെ ഉണ്ട്. എല്ലാ ടൈപ്പ് ഓഫ് ഷെയ്ഡ്സ് ഉണ്ട്. അതും ഭയങ്കര പിഗ്മെൻറ്റഡ് ആണ്. നമുക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഭയങ്കര പൗഡറി ആയിട്ടൊന്നും ഫീൽ ചെയ്യില്ല. പെട്ടെന്ന് തന്നെ സ്കിന്നിലോട്ട് അത് ബ്ലെൻഡായി പോകുന്നുണ്ട് കേട്ടോ. ഭയങ്കര ഗ്ലിറ്ററി ആയിട്ടും ഫീൽ ചെയ്യുന്നില്ല. ശരിക്കും ഒരു 300 സംതിങ് എന്തോ ഉള്ളൂ ഇതിൻ്റെ പ്രൈസ് വരുന്നത്. പക്ഷേ ശരിക്കും വേർത്താണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ഒരു ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ ഡാസ്ലറുടെ ലിപ്സ്റ്റിക്കാണ് ആദ്യം ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇത് ഭയങ്കര ബ്രൗണിഷ് ആയിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ. ഭയങ്കര മാറ്റായിട്ട് നിൽക്കുകയും ചെയ്യും. അതിൻ്റെ മുകളിൽ തന്നെ ഞാൻ ഫേസസ് കാനഡയുടെ ഒരു ഷെയ്ഡും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ 2 ഷെയ്ഡ്സും കൂടെ വരുമ്പോഴത്തേക്കും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഞാൻ മസ്കാര അപ്ലൈ ചെയ്യാൻ മറന്നിട്ടുണ്ടായിരുന്നു. സോ ഞാനൊരു മസ്കാരയും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് എസെൻസിൻ്റെ മസ്കാരയാണ്. വാഷബിളാണ്, വാട്ടർ പ്രൂഫ് അല്ല, അടിപൊളിയാണ്. അത് കഴിഞ്ഞ ഒരു പൊട്ടും കൂടെ വെച്ച് കൊടുത്ത് ഇത് നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ളൊരു മേക്കപ്പ് ലുക്കാണ് കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. അതിൽ കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണോ എന്നുണ്ടെങ്കിൽ ഞാനൊരു സാരിയും കൂടെ ആഡ് ചെയ്തിട്ട് സ്റ്റൈൽ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മളൊരു സാരി ഇട്ട് പൂ വെച്ച് കുറച്ച് ഓർണമെൻറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്തപ്പോഴത്തേക്കും ഈ ഒരു ലുക്കാണ് കേട്ടോ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത്. സെയിം മേക്കപ്പിൽ തന്നെ. അപ്പോൾ ഈ ഒരു ലുക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഭയങ്കര സിമ്പിളാണ്. ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ബീനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കും ചെയ്യാൻ പറ്റും. ഞാൻ കുറേ പ്രൊഡക്റ്റ്സ് ഒന്നും എടുത്തിട്ടില്ല. എല്ലാ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ്സ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.